ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യം, എന്തൊക്കെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇതൊരു ഗെയിമാണ്. സോ നേരെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ ഇത് നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ ഗെയിം കളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പേര് പറഞ്ഞുതരാം. പ്ലേ സ്റ്റോറിൽ കിട്ടും. അതിൻ്റെ പേര് 100 ലൈഫ് സിമുലേറ്റർ എന്നാണ്. അടിച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് ഗെയിം കിട്ടും. സോ നമുക്കിവിടെ 2 സ്പേം വന്നിട്ടുണ്ട്, ഗേളിൻ്റെയും ബോയുടെയും. സോ ഞാൻ ചൂസ് ചെയ്യുന്ന ബോയാണ്. യെസ്, നമ്മളിത് നമ്മുടെ സ്പേം ഇട്ടുണ്ട് പോകുന്നുണ്ട്. എവിടെ? ഓക്കെ ഓക്കെ, ഗുഡ്. യെസ്, ഓക്കെ, ചൂസ് യുവർ ബേബി. അപ്പോൾ നമ്മൾ ബേബി ഞാൻ ഇതാണ് എടുക്കുന്നത് കേട്ടോ, ഇത്. ഓക്കെ, നമ്മളിത് എടുക്കാം. യെസ്, നമുക്കൊരു ബേബി കുട്ടനെ കിട്ടി ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇതാ ഒരു പേര് കൊടുക്കണം ബേബിക്ക്. സോ ഞാൻ എൻ്റെ മനസ്സിൽ വന്നൊരു പേരല്ലോ ഒറിജിൻ ഞാൻ കൊടുത്തു. ഓക്കെ, ഈ ബേബി ഫസ്റ്റ് വയസ്സിലോട്ട് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് വയസ്സാണ് ബേബിയുടെ. പ്ലേ കൊടുത്തിട്ടുണ്ട്. ബേബിക്ക് വിറയലാണ്. യെസ്, എന്ത് പറ്റിയെന്തോ. അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. ഇതെന്തിരിക്കണേടാ. അയ്യോ ഗായ്സ്, നമുക്ക് അച്ഛനാണോ അമ്മയാണോ വേണ്ടതാണ് ചോദിക്കുന്നത്. സോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് മോമാണ്. ബിക്കോസ് അമ്മയ്ക്കാണ് കുറച്ചും കുഞ്ഞ് പാലും എടുക്കണം. അച്ഛനാകുമ്പോൾ ജോലി അങ്ങനത്തെ പിറകെ നടക്കും. പക്ഷെ അമ്മയാകുമ്പോൾ അമ്മ ജോലിയും മാറ്റി വെച്ച് നമുക്ക് വേണ്ടി പാല് തരാനും നമുക്ക് ഫുഡ്, നമ്മളെല്ലാ കാര്യവും അമ്മ നോക്കും. അച്ഛൻ നോക്കൂല എന്നല്ല. സോ ഞാനിപ്പോൾ പ്രിഫർ ചെയ്യുന്നത് അമ്മയാണ്. ഓക്കെ, നമുക്ക് അമ്മേനെ കൊടുക്കാം. ഓക്കെ, അമ്മ അടുത്തോട്ട് വരുന്നുണ്ട്. പിടിച്ചു. ഓക്കെ, നമ്മൾ സെക്കൻഡ് വയസ്സിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് പൊക്കം വെച്ച് 2ാം വയസ്സിൽ. ഓക്കെ, ഇവിടെ അമ്മ നമുക്കൊരു ടാസ്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം കടന്ന് അമ്മയുടെ അടുത്തോട്ട് എത്തണം. ലെറ്റ്സ് ഗോ. തട്ടിയാൽ നമ്മൾ ചാവും. എന്തിനാ അമ്മ എനിക്ക് ഇത്രയും എളുപ്പമുള്ള പണിയൊക്കെ തന്നു? സോറി, അയ്യോ, അത് ഞാൻ മനഃപൂർവ്വം ചെയ്തില്ല. ഓക്കെ, അമ്മ എടുത്തോട്ടെത്തി. ഓക്കെ, ഇനി തേർഡ് വയസ്സ്. ഓക്കെ, 3rd ഇയറിൽ നമ്മൾ കുറച്ചും കൂടെ പൊക്കം വെച്ച് അമ്മയുടെ ഉടുപ്പ് നമുക്ക് കിട്ടി. യോ, നടന്നു ഗൈസ്. യെസ്, നമ്മൾ ആദ്യമായിട്ട് നടന്നു. യെസ്, വേസ് ഓർ ടോയ് നൈറ്റ്. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ടോയ് നൈറ്റാണ്. ബിക്കോസ് ബോയുടെ കാലിലെല്ലാം വന്ന് വീണാ തീന്ന്. ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. സോ ഇത് കൊടുക്കാം. ഓ യെസ്, മോൻ ഇത്രേ ഉള്ളേ. ഓക്കെ, അച്ഛനാണെങ്കിൽ മോൻ ഇത്രയേ ഉള്ളൂ. അച്ഛനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ മോൻ ഇത്രയുണ്ടോ? ഇത്രയേ ഉള്ളൂ. എൻ്റെ മോനെ. ആഡ് വന്നു. നോ പ്രോബ്ലംസ്, ഐ വിൽ ഹാൻഡിൽ ഇറ്റ്. ഓക്കെ, നമ്മളിത് 5th കണ്ടല്ലേ. ഓക്കെ, നമുക്കിപ്പോൾ വലുതായി. ചെക്കൻ വലുതായി. ഇനി എന്ത് വേണം? ഓക്കെ, ഇനി ഇറ്റ്സ് ടൈം ലഞ്ച് ടൈമാണ്. സോ ചെറുക്കനും എല്ലാവർക്കും പറയായിരുന്നു എന്ത് ചെയ്യാടാ ഗൈസ്. അപ്പോൾ നമുക്ക് ഇൻവൈറ്റ് ഹെയർ ഫോർ ലഞ്ച്, ഈറ്റ് അലോൺ. ഗൈസ്, ഞാൻ പറയുകയാണെങ്കിൽ ഐ ആം എ സിഗ്മ. സോ ഞാൻ ഈറ്റ് അലോൺ തന്നെ കൊടുക്കും.
നീ ഒറ്റയ്ക്കിരുന്ന് തിന്നാൽ മതി. ഇത് സിഗ്മ 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 ബോയ് സിഗ്മ ബോയ് സിഗ്മ ബോയ്. എത്ര കാശത്തെ തു ജീവിച്ചു. യെസ് നമ്മൾ 60 ഇയേഴ്സിലോട്ട് വന്നിട്ടുണ്ട്. അമ്മ നമ്മളോട് കക്കൂസ് ഇടുമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാ, നമ്മളെ കക്കൂസ് തന്നെയല്ലേ. ഓക്കെ, നമുക്ക് ക്ലീൻ ചെയ്യാം. സിഗ്മ സിഗ്മ ബോയ് സിഗ്മ ബോയ് സിഗ്മ ബോയ്. ഓക്കെ, നമ്മൾ മാക്സിമം ക്ലീൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് പുറത്തോട്ടൊക്കെ പോകാൻ അമ്മ സമ്മതിക്കത്തുള്ളൂ. നമ്മളെ റിയൽ ലൈഫിൽ അങ്ങനെയൊക്കെ തന്നെയല്ലേ. അമ്മ പറഞ്ഞൊന്നും കേട്ടില്ലെങ്കിൽ നമ്മൾ പുറത്തോട്ടൊന്നും വിടില്ല. ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യണം. സോ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. യെസ്, ഓക്കെ, ഡൺ കൊടുക്കാം. യെസ്, 6 ഇയേഴ്സായി. ഇനി 7th ഇയറിലോട്ട് ഞാൻ കടന്നു. ഓക്കെ ഓക്കെ യെസ്, ഞാനൊരു ക്യാമ്പ് ഫയറിൽ വന്നിരിക്കുകയാണ് അച്ഛനും അമ്മയുമായിട്ട്. അച്ഛൻ അവിടെ മൂട്ടി തീയും കത്തിച്ചുകൊണ്ട് എന്തോ ചെയ്യുന്നുണ്ട്. അമ്മ പത്രം വായിക്കുന്നുമുണ്ട്. കുറേ പിള്ളേർ അവിടെ നിന്ന് കളിക്കുന്നുമുണ്ട്. ഫിഷിങ്ങിന് വേണോ ജോയിൻ ദം ചെയ്യണോ? ജോയിൻ ദം അവർ ഏത് ടൈപ്പ് പിള്ളേരാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. സോ ഞാൻ ഫിഷിങ് തന്നെ കൊടുക്കാം. താഴെ ഉള്ളൂ. അച്ഛനും അമ്മയ്ക്കും വലിയ ഉപയോഗപ്പെടുന്ന മക്കളായി വളരണോടാ. ഓക്കെ, അവനെ നോക്കി. അവന് സങ്കടമുണ്ട്, എങ്കിലും കുഴപ്പമില്ല. ഓ ഗൈസ്, അവന് മീൻ കിട്ടി. ടകടകടൻ. അവർ മീനും കിട്ടാതെ അവരൊരുമാതിരി ലൈഫ് എൻജോയ് ചെയ്യാത്ത പോലെയാണ്. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ 8ാം വയസ്സിലോട്ട് കടന്നിരിക്കുന്നു. ടാഗ് എവരിവൺ. നമ്മളെല്ലാവരും പിടിക്കണം. അവനെ പിടിക്കാൻ ഇങ്ങനെ പോയാൽ മതി. ഓളെ പിടിക്കാൻ എന്ത് ചെയ്യണം, കൂടെ നിന്നാൽ മതി. ഇല്ല പിന്നെ പിടിച്ചേ. യെസ് യെസ്, ഞാൻ പണ്ട് നല്ല ഒളിച്ചു പാത്ത് കളിയ ആളായിരുന്നു. ഞാൻ പണ്ട് ഒളിച്ചും പാത്തും കളിയ ആളാണ്. ഓക്കെ യെസ്, നമുക്കിന്ന് ഹാലോവിൻ ഡേ ആണ്. സോ നമ്മൾ ചൂസ് ചെയ്യുന്നത് ക്ലൗണാണ്. കാര്യം ഇതാകുമ്പോൾ നമ്മൾ ഹാലോവിൻ അല്ലേ, അപ്പോൾ നമ്മൾ സൂപ്പറായിട്ട് ആഘോഷിക്കണം. സോ എനിക്കൊരു കൂട്ട് വേറൊരാളുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. തൊള്ളി ബാറ്റ്മാൻ. അവൻ ഇടിച്ചിട്ട് അതൊക്കെ ഒന്നാ ഒന്നും ഓടാ. അത് ബാറ്റ്മാൻ ഇഷ്ടമല്ല. ബാറ്റ്മാൻ നമ്മളെ കാണുമ്പോൾ നമ്മളെ ചതിച്ച് കളയും. ഓക്കെ, എന്തായാലും നമുക്കിനി ബാക്കി ഒന്നുകൂടെ കളിക്കാം. നമുക്ക് ബനാന തന്നെ ചൂസ് ചെയ്യാം. അതായിരിക്കും ബെറ്റർ. എടാ, ഞാൻ ഫ്രൂട്ടാണെന്നുണ്ടെങ്കിൽ അവളും ഫ്രൂട്ട്, ഞാൻ ക്ലൗണാണെന്നുണ്ടെങ്കിൽ അവൾ ക്ലൗണ്. ഇതെന്ത് പരിപാടി? ഓക്കെ ഗൈസ്, നമുക്ക് 2 ടൈപ്പ് വീടുണ്ട്. ഒരു സാധാ വീടും ഒരു റിച്ച് ഹൗസും. നമുക്ക് നൈസ് ഹൗസിൽ കയറാം, കുറേ പൈസ കിട്ടും. ആൻറ്റി പിരിവ്. ഇതെന്ത് വീടിത്? ഓക്കെ, നമുക്ക് സ്കൂപ്പി ഹൗസ് എടുക്കാം. പാവപ്പെട്ട വീട്ടിൽ പോയി കുറച്ചുകൂടി നന്നായിട്ട് കിട്ടുമോടാ. കാര്യം അവർ എല്ലാം ആഘോഷിക്കും. പക്ഷേ റിച്ച് ആയിട്ടുള്ള ആളുകളൊന്നും അത് ആഘോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചുമ്മാ യെസ്, കിട്ടും. ഇവിടെ നിന്ന് കിട്ടും. കിട്ടി. ഉള്ളതും വീട്ടിൽ പോടാ. യെസ്, അവൻ കിടന്ന് ചാടുന്നുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ 10ാം വയസ്സിലോട്ട് എത്തിയിട്ടുണ്ട്. 10 വയസ്സ്. നമ്മൾ 10ാം വയസ്സിൽ, അതായത് നമ്മൾ 5ാം ക്ലാസ്സല്ലേ, 10 വയസ്സിൽ 5ാം ക്ലാസ്സിൽ നമ്മൾ നീന്തൽ പഠിക്കുന്നു. നീന്തൽ. സോ ഒരു കൊച്ചവിടെ നീന്തിപ്പോയി. സോ അവന് നീന്തണമെന്നുണ്ടെന്ന് തോന്നുന്നു. സോ ഞാനിപ്പോൾ റെഡി അല്ല, എനിക്ക് തോന്നുന്നു റെഡി ആയിട്ടില്ല. സോ കീപ് ട്രൈങ്.
ഓ 1 hour later എന്താണ് സംഭവിക്കുന്നത്? ഓ ഹീ സ്വിമ്മിങ് ലൈക്ക് എ ബേബി സ്വിമ്മർ. ഓ കൊച്ചവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ, കൊച്ചിനെ പിടിച്ചില്ല. നമ്മൾ 11ാം വയസ്സിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. ഓക്കെ ഗീസ്, നമ്മളത് വെള്ളം നനയ്ക്കാൻ പറഞ്ഞടാ. ഓക്കെ വെള്ളം നനയ്ക്കാം. ഓക്കെ 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 ഇതൊക്കെ അച്ഛന് ചെയ്താൽ മതി. അച്ഛൻ എങ്ങനെയാണ് വിളിക്കുന്നത്? എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് അച്ഛൻ അറിഞ്ഞൂടെ? നീ എന്തിനാണ് വിളിക്കുന്നേ? ഓക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഗ്ലാസ്സിനൊക്കെ കുറച്ച് പൊട്ടിച്ചാല് എനിക്കിനി ബാത്റൂം കഴുകാന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് പരിപാടി എനിക്കിന്നുണ്ടായിരുന്നു. ഓക്കെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് കമൻറ്റ് ഒന്നും ചെയ്താൽ നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ ട്രൈ ചെയ്യും. നിങ്ങൾക്കിപ്പം നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സോ അതനുസരിച്ച് ഞാൻ എൻ്റെ നിഗമനം ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഞങ്ങൾ മാറ്റം വരുത്താം. സോ 12ാം വയസ്സിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ ആഡെന്ന് പറയുന്നത് ഭയങ്കര ആഡ് ശല്യങ്ങളാണ്. സോ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഇതാണ് ലെവലാണ്. സോ 12ാമത്തെ ലെവല് കിട്ടിയ ലെവലെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നൊന്നും ഞാൻ പറയുന്നില്ല, ചുമ്മാ എൻ്റെ വായി വന്നതാണ്. ഓക്കെ 12. ഓ നമ്മളെ ദൈവം അനുഗ്രഹിച്ച് ഗൈസ്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വിളിച്ച അവസാനം ഇന്നത്തെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. പുതിയ വീഡിയോ കാണാൻ ലവ് യു ഗൈസ്. ബൈ.